ഹായ് നമസ്കാരം, ഞാൻ സരേഷ്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം എൻ്റെ പുറകിലിരിക്കുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ദിബേഷാണ്, അതുപോലെ തന്നെ സുഹൃത്തായിട്ടുള്ള സജിത്തും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ടാക്സിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ടാക്സിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് കാണാം. മക്കളെ, അപ്പോൾ നമ്മുടെ മുന്നിൽ സ്റ്റിയറിംഗ് തന്നെ താൻ തിരിയുന്നു. ദിബേഷ, വല്ല പ്രേതം ഉണ്ടത്, പകലല്ല ഇപ്പോ. എന്ത് സംഭവം നോക്കിയേ, എന്താണ് സംഭവം? ഒന്നും ചെയ്യുന്നില്ല കേട്ടാ. ഇത് തന്നെത്താൻ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്, സ്റ്റിയറിംഗ് തന്നെത്താൻ തിരിയുന്നു. എന്താണ് സംഭവം? സ്റ്റിയറിംഗ് തിരിഞ്ഞു, നമ്മളത് വളഞ്ഞു കറക്റ്റായിട്ട്. ആഹാ, അടിപൊളി അടിപൊളി. അപ്പൊ ഇത് ആക്ച്വലി റോബോ ടാക്സിയാണ്. അപ്പൊ ആ സസ്പെൻസ് അങ്ങോട്ട് പൊളിക്കാം. ഇത് ഏകദേശം ഒരു 2 കൊല്ലത്തോളമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിന്റെ ട്രയൽ റണ്ണും കാര്യങ്ങളൊക്കെ കുറെ നടന്നിരുന്നു. ഇപ്പോൾ ഇത് ശരിക്കും ഒരു ടാക്സി പോലെ തന്നെയാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ടാക്സിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ യാസ് വാട്ടർ വേൾഡിൽ വന്നു. ആ യാസ് വാട്ടർ വേൾഡിൽ വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ടാക്സി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. അതിൽ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. അതിൽ കറക്റ്റായിട്ട് ഡ്രൈവറെ കാറിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ, രജിസ്റ്റേർഡ് നമ്പറൊക്കെ കാണിച്ചു തരും. നമ്മുടെ മുന്നിൽ കാറും ഉണ്ടായിരിക്കും. പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സേഫ്റ്റി ഓഫീസർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അവർ ഓപ്പൺ ചെയ്ത് തരും. പിന്നെ നമ്മളെടുത്ത് കയറിയിരിക്കാൻ പറയും. നമ്മൾ കയറിയിരുന്ന് ബെൽറ്റൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ സ്ക്രീൻ ഉണ്ട്, അതിലേക്ക് സ്റ്റാർട്ട് ബട്ടൺ ചെയ്ത് സേഫ്റ്റി ഓഫീസറിന്റെ അത് ഈ കാണുന്ന ഈ ബട്ടന്റെ അടുത്തായിട്ടും ഒരു സ്റ്റാർട്ട് ബട്ടൺ എന്തോ ഉണ്ട്. അപ്പൊ അതിലും നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് സ്റ്റാർട്ടായി. അതിനുശേഷം മൊത്തം സ്റ്റിയറിംഗ് ഡ്രൈവർ ടച്ചേ ചെയ്തിട്ടില്ല. ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കാഴ്ചകള് നമുക്ക് കാണാം. അപ്പോൾ ഇത് നമ്മുടെ കൂടെ ടാക്സിയിൽ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ സ്റ്റിയറിംഗിനെ കൈ പിടിക്കാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണോ സംഭവം? ദിവേഷേ, അതെന്താ സംഭവം? ഇത് നമ്മുടെ ഡ്രൈവർ സ്റ്റിയറിംഗില് കൈയൊന്നും വെച്ചിട്ടില്ല. ദേ ഇപ്പോ തന്നെത്താൻ സിഗ്നലിന്റെ അവിടെ എത്തിയപ്പോ വണ്ടി നിന്നു, സ്റ്റോപ്പായി. നോക്കിയേ, കറക്റ്റായിട്ട് നിന്നു. ആഹാ, സജിത്തേ, കണ്ടില്ലേ? ഇതാണ് സേഫ്റ്റി ഓഫീസർ. ഡ്രൈവർ എന്നല്ല, സേഫ്റ്റി ഓഫീസറാണ്. ഓക്കെ, ഇപ്പോ തീരെ കൈ പിടിച്ചിട്ടില്ല സ്റ്റിയറിംഗ് പോലെ. പണ്ട് കാലത്തൊക്കെ നമ്മള് അനിമേഷൻ ചെയ്തിട്ടൊക്കെ വല്ല പ്രേതപടത്തിലൊക്കെ ഇങ്ങനത്തെ രംഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ സൈത്തേ? ഇത് പ്രേതപടമല്ല, ഇത് റിയൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടാ. അബുദാബിയിൽ യാസ് ഐലൻഡ്. ഇപ്പൊ ഞാൻ യാസ് വാട്ടർ വേൾഡിൽ നിന്ന് ഇപ്പൊ യാസ് മറീനയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിയുന്നത് കാണാം. ഒരു വളവും തിരിവൊക്കെ വരുമ്പോൾ കാണാം കറക്റ്റായിട്ട്. നമുക്ക് മുന്നിൽ ഇപ്പോൾ ഒരു വണ്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെത്താൻ നിന്ന് സിഗ്നലുമാണ്. ഈ നിലയ്ക്കാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രൈവർമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞല്ലേ. പക്ഷെ ഇപ്പോൾ അധികമൊന്നും ഇവർ ഇറക്കിയിട്ടില്ല. ഇപ്പോൾ വളരെ കുറച്ച് ഏരിയയിൽ മാത്രമാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടു കേട്ടോ. കാരണം ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് തിരിയണം. കണ്ട, വേറെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. കണ്ട, ആ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുകയാണ്. അയ്യോ, കണ്ട, പോളി സാധനമാണ് മക്കളെ, പോളി സാധനം. അപ്പൊ നമ്മൾ യാസ് മറീന സർക്യൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊന്നും അധികം ടച്ച് ചെയ്യരുത്. ഇവർ പറയുന്ന ഗൈഡൻസിൽ കൂടെ തന്നെ പോകണം. പിന്നെ ഇപ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഒരു സേഫ്റ്റി ഓഫീസർ നമ്മുടെ കൂടെയുണ്ട്. പുള്ളിക്കാരന് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെടുത്ത് ഇപ്പോൾ ഒന്നും മിണ്ടാത്ത. കണ്ടില്ലേ, ഇപ്പോൾ റൗണ്ട് അബൌട്ടാണ്. കണ്ട,
സൗണ്ട് ഓട്ടത്തിന്റെ അവിടെ എങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കുന്ന നോക്കിയേ. എന്താണ് ഇത്? ദിപേഷേ, ഇതേ നമ്മളിപ്പോ യാസ് മറീന സർക്യൂട്ടിലേക്ക് കിടക്കാണ്. അയ്യോ, ഇതാണ് യാസ് മറീന. പിന്നെ ഇത് ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഇപ്പൊ പോവാട്ടോ. കാരണം ഒരു പൈസ ചെലവില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ അതിൽ ഒരു പൈസ പോലും കൊടുക്കാണ്ടാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഇതാണ് യാസ് മറീന സർക്യൂട്ട്. ചെറിയൊരു അടിപൊളി സാധനം നമുക്ക് എടുക്കുന്നുണ്ടല്ലോ. അമ്മു, ക്രൂയിസാണ്, ക്രൂയിസ് മക്കളെ, അടിപൊളി സാധനം. ഒക്കെ ശരിക്കും നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അല്ലേ, ഒരു ഡ്രൈവർലെസ് കാറിൽ കയറാം. പണ്ട് കാലത്തൊക്കെ ഇംഗ്ലീഷ് പടത്തിലും ഇതിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ജെയിംസ് ബോണ്ടിന്റെ പടത്തിലൊക്കെയാണ് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത്. അതിലും വന്നാലും ഡ്രൈവർ മീൻസ് സ്റ്റിയറിംഗിൽ കൈ വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. പ്രേതമാണ് മക്കളെ, പ്രേതമാണ് ഈ വണ്ടി ഓടിക്കുന്നത്. സോ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് യാസ് മറീന സർക്യൂട്ട്. ഇവിടെ അജിത്തിന്റെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇതിലാണ് കേട്ടോ. ഇതൊരു ഹോട്ടലാണ്, ഒരു ഹോട്ടൽ വിത്ത് ബാറൊക്കെയാണ്. പിന്നെ അവിടെ ഒരുപാട് ക്രൂയിസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, ഷെയ്ഖുമാരെ. അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങാം. ഓക്കെ, നമുക്ക് ഇവിടെ ഇറങ്ങാം. നമുക്ക് വീണ്ടും ബുക്ക് ചെയ്യാം. അപ്പൊ ഞങ്ങളിപ്പോ തൽക്കാലം ഇവിടെ ഇറങ്ങാണ്. ഓക്കെ, ഇതാണ് ടാക്സി. അപ്പോൾ ഇതാണ് യാസ് മറീന സർക്യൂട്ട്. പിന്നെ അത് ഹോട്ടലാണ്. വൈകുന്നേരം നേരങ്ങളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ഗംഭീരമായിട്ട് കളറും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല പൊളി സാധനമാണത്. അടിപൊളി സ്ഥലം. എങ്ങനെയുണ്ട്? പക്ഷെ ഒടുക്കത്തെ ചൂടാണ്. ഇപ്പൊ ചൂട് കുറവാണ്, പക്ഷെ ഹ്യൂമിഡിറ്റി ഉണ്ട്. 50 ഡിഗ്രി. അയ്യോ, എന്തായാലും നമ്മളെ പോലെയുള്ള കുറച്ച് പ്രവാസികൾ, യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്രവാസികൾ, ഈ 50 ഡിഗ്രി ചൂടോ അല്ലെങ്കിൽ 40, 45, 46 ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പൊ ഈ ചൂടിനെയും അതിജീവിച്ച് ഞങ്ങൾ ഒരു സൺഡേ വൈബാണ് അല്ലേ, സൺഡേ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൊളിക്കാന്ന് പറഞ്ഞാൽ ചൂടൊന്നും പ്രശ്നമല്ല അല്ലേ? അതെ അതെ അതെ. സജിത്ത് കുറച്ച് ക്ഷീണായോന്നൊരു സംശയം. ടയർഡായി അല്ലേ? എടുക്കാറായി. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ടാക്സി. ഓൾറെഡി കുറച്ച് കിലോമീറ്റർ അപ്പുറമായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 580 മീറ്റർ എവയാണ് നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ ഉള്ളത് യാസ് മറീനയിലാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ വഴിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അത് സിമ്പിൾ പ്രൊസീജിയറാണ്, സിമ്പിൾ, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ലൊക്കേഷന് പിക്കപ്പ് ലൊക്കേഷൻ കാണിക്കുക, പിന്നെ എവിടേക്കാണ് പോകേണ്ടത് ഡ്രോപ്പ് ലൊക്കേഷൻ കാണിക്കുക. തികച്ചും ഫ്രീ ആയിട്ടുള്ള സർവീസായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഒരു അത്ഭുതം തന്നെ എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് വേറെയാണ്. കാരണം ഡ്രൈവറല്ല, ഫുൾ ഓട്ടോ കൺട്രോൾഡ്. അപ്പോൾ സുഹൃത്തുക്കളെ, അതാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന നമ്മുടെ റോബോട്ട് ടാക്സി കേട്ടോ. നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ടാക്സി. കണ്ടോ ദിവേഷ്, കമോൺ. ടാക്സി നമ്മൾ ബുക്ക് ചെയ്ത ടാക്സി ദേ വരാണ്.
ആ അപ്പോൾ ഈ ടാക്സിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് മാനുവലിയും ഓടിക്കാം. കാരണം ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഇപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഓഫീസർ ഇത് ഓടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഗ്യാസ് മറീനയിലുള്ള പരിപാടി കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ വേർത്തല്ലോ ദിവസേ, ആകെ വേർത്തില്ലേ? ഗംഭീര ചൂട്, ഒരു രക്ഷയില്ല. ഹ്യൂമിഡിറ്റി അല്ലേ? പക്ഷെ എന്നാലും നമ്മുടെ ട്രാവലിന്റെ ആ ഒരു മൂഡിന് ഇത് ബാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. ചൂടൊന്നും പ്രശ്നമല്ല. കാരണം നമ്മൾ എന്തിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോബോ കാർ. അപ്പൊ ഇതാണ് മക്കളെ റോബോ കാർ. നേരത്തെ നമ്മളിവിടെ വന്നിട്ട് ഡ്രോപ്പ് ചെയ്ത് പോയതാണ്. തിരിച്ച് അതെ, സൺറൂഫും കാര്യങ്ങളും ഉണ്ട്. ഇതിന് മുന്നേ വന്നതിന് ഉണ്ടായിരുന്നില്ല അല്ലേ? ആ, ചെറിയ കാറായിരുന്നു. പക്ഷെ ഇത് കുറച്ചും കൂടി വലുപ്പത്തിൽ കുറച്ച് വലുതാണ്. SUV ടൈപ്പാണ്. ഇപ്പോൾ ഇത് നമ്മുടെ കൂടെ ഇരിക്കുന്നത് സേഫ്റ്റി ഓഫീസറാണ് കേട്ടോ. കണ്ടില്ലേ, തനിയെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി. തന്നെത്താനിപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ തന്നെത്താൻ ഇട്ടുണ്ട്. കണ്ട, തന്നെത്താൻ ടേൺ ചെയ്യാണ്. സ്റ്റിയറിംഗ് കണ്ടില്ലേ, തനിയെ തിരിയുന്നു സ്റ്റിയറിംഗ്. അപ്പൊ ഇത് ആക്ച്വലി ഇത് ലോകത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ റയറാണ്. ഇതാണ് നമ്മുടെ UAE മക്കളെ. UAE അല്ലേ, ലോകത്തിൽ തന്നെ കിടപിടിച്ച് മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ ഒന്നാം സ്ഥാനം എത്താൻ വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങളിൽ കരസ്ഥമാക്കിയിട്ടുള്ള ആ UAE അബുദാബിയിലാണ് ഈ ഒരു പ്രതിഭാസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡ് ഉണ്ട് വണ്ടിക്ക്. 81 കിലോമീറ്റർ പെർ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 80 ആണ് സ്പീഡ്. ഇതെല്ലാം സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ബട്ടണാണ് കേട്ടോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇതിലേക്ക് മാറുന്നത്. കാരണം അങ്ങനെയാണ് നമ്മുടെ സെക്യൂരിറ്റി ഓഫീസർ പ്രസ് ചെയ്യുന്നത് കണ്ടത്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു സിസ്റ്റം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് യാസൈലൻഡിലാണ്. യാസൈലൻഡിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിക്കപ്പ് ചെയ്യേണ്ട സ്ഥലവും ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലവും ചോദിക്കും. തികച്ചും ഫ്രീ ആണിപ്പോൾ. ഫ്രീ ആയിട്ടാണ് കാണിക്കുന്നത്. കോസ്റ്റ് കാണിക്കുന്നുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഓഫർ പോലെ ഫ്രീ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ജീവിതത്തിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തേണ്ട ഒരു സംഭവമാണ് അല്ലേ? നമ്മൾ യാസ്മറിൻ സർക്യൂട്ടും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഫെറാരി വേൾഡിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിഗ്നലൊക്കെ നോക്കി ഗ്രീനാണ്, അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ യാസ് വാട്ടർ വേൾഡാണ്. അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ സിഗ്നലാണ് കേട്ടോ, കണ്ടില്ലേ? ഗ്രീൻ സിഗ്നലൊക്കെ കറക്റ്റായി വണ്ടി നോക്കുന്നുണ്ട്. ഫുൾ ഓട്ടോമാറ്റിക്കാണ്.
അടിപൊളി അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട് സഹിത്തെ? അടിപൊളിയല്ലേ? ഈ ഗ്യാസ് വാട്ടർ വേൾഡിൽ നല്ല തിരക്കുണ്ട് അല്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് എത്താറായി. ഇവിടെ ഓൾറെഡി ഒരു കാറ് എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ടാക്സി എടുക്കുന്നുണ്ട്. അത് റോബോ ടാക്സിയാണ്. നമുക്ക് ഇവിടെ നിർത്തി തന്നിട്ടുണ്ട്. അയ്യോ, ഡബിൾ പാർക്കിംഗ് ഇട്ടുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഡബിൾ പാർക്കിംഗ് ഇട്ട് തന്നു. സ്റ്റീറിംഗ് നേരെയാക്കി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കൊച്ചു റോബോ ടാക്സിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇത്തരം വൈബ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണും വരെ ബൈ.